എന്തിനാ പോകുമ്പല്ലേ വളച്ചോളാം എന്ത് അവിടെ ചെന്നിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയെ. നമ്മളിന്നിപ്പോൾ പോണത് അഖിലിൻ്റെ വണ്ടിക്കാണ് പോണത്. അഖിലിൻ്റെ വണ്ടി ഇത് ഹീറോ ഹോണ്ട ഏതാടാ? CD100. ഇത് വെച്ച് നമ്മൾ വേറെ സ്ഥലത്ത് പോയെന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് ഒരാശം പോയത്. വണ്ടി പൊളി വണ്ടിയാണ്. എൻ്റെ വണ്ടി ഇപ്പൊ കാണിക്കല്ല. ഞങ്ങളിപ്പോ ഏകദേശം നമ്മുടെ ഭൂതത്താങ്കട്ട എത്താറായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം വഴി നൈസ് വഴിയായിട്ട് കൊടുത്തത്. മൊത്തം അടിപൊളി വഴികളാണ്. സ്ഥലങ്ങളൊക്കെ നല്ല രസമാണ്. കണ്ടുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ വേറൊരു രസം ഉണ്ടായി. ഞങ്ങളിങ്ങോട്ട് വരാനായിട്ടിരുന്നപ്പോൾ കുറുപ്പം പഠിക്കാണ് നിന്ന് ഇപ്പം ഞാൻ വെച്ചാൽ മാസ്ക് പുതിയ മാസ്കാണ്. പഴയൊരു മാസ്കാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റി വയ്ക്കണ സമയത്ത് പോലീസുകാരൊന്ന് പിടിച്ചു. പോലീസുകാർ വന്നിട്ട് ഫൈനൊക്കെ അടയ്ക്കാൻ പറഞ്ഞ്. പക്ഷേ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. പുള്ളി കണ്ടെന്ന് തോന്നു ആ ഓഫീസർ. പിന്നെ നമ്മുടെ ഇത് ഫൈൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ മാസ്ക് വയ്ക്കാതെയൊന്നും അല്ലായിരുന്നത്. മാസ്ക് വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ മാസ്ക് വെച്ചുകൊണ്ടിരുന്നപ്പോൾ പുതിയ മാസ്ക് വയ്ക്കാനായിട്ട് പഴയത് ഊരിയിട്ട് പുതിയത് വയ്ക്കായിരുന്നു. അപ്പോൾ ആ കറക്റ്റ് പഴയത് ഊരണ ടൈമിലാണ് അവർ വന്നത്. അവർ വന്നിട്ട് എന്താ പരിപാടി എങ്ങനെ പോകണേന്നൊക്കെ ചോദിച്ചു. ബാംഗ്ലൂരിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവർ ചോദിച്ചു എന്താ ട്രിപ്പിംഗ് ആണെന്നൊക്കെ ചോദിച്ചു. ബാംഗ്ലൂർ അല്ല സാറേ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പോണേ. ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ചാനലിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഫൈൻ എന്തിനാ സാറേ ചോദിച്ചു. പറഞ്ഞു മാസ്ക് വെക്കാണ്ട് അവിടെ ഇരിക്കണമുണ്ടല്ലോ അതിനാന്ന് പറഞ്ഞു. അവർ സാറേ ഞങ്ങൾ മാസ്ക് വെക്കാതിരുന്നൊന്നുമല്ല. പുതിയ മാസ്ക് എടുത്ത് ഇപ്പോൾ പൊട്ടിച്ച് കവർ പൊട്ടിച്ച് വച്ചുള്ളൂ. പുള്ളി കണ്ടതാണ് സംഭവം. പിന്നെ പുള്ളി ചുമ്മാ നമ്പർ ഇറക്കാൻ വേണ്ടി ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. സംഭവം നടന്നില്ല. പിന്നെ ഇത് അഖിലും ഉണ്ടായിരുന്നു ഇവിടെ. ആളുടെ അടുത്ത് പിന്നെ വേറെ ഒച്ചപ്പാട് അങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നൊന്നുമില്ല. സാറിന് കാര്യം മനസ്സിലായി. പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ ഉടായിപ്പ് ടീംസ് അല്ലാന്ന് പുള്ളിക്ക് മനസ്സിലായ പുള്ളി പോയി ഓക്കെ എന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് വേറൊരു ചേട്ടൻ അതിൽ കൂടെ മാസ്ക് വെക്കേണ്ടിരിക്കണ്ടേ. ആ പുള്ളിനെ പിടിച്ചത് എന്തായാലും പണി കിട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് ഫൈൻ അടച്ചു കൊടുത്തു. കാരണം പുള്ളിക്കാരൻ നല്ല വെള്ളമായിരുന്നു. ആ മാസ്ക് ഇല്ലാതെ വന്ന ചേട്ടൻ. പുള്ളി എന്നിട്ട് പോയി ഞങ്ങളുടെ അടുത്ത് കഥ പറയലേക്ക് ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. നേരെ ഇങ്ങോട്ട് പോകുന്നു. കാരണം നമുക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ കാരണം അവിടെ അധികം നിൽക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഞങ്ങൾ മലയൊക്കെ കാണിച്ചു തരാം. ഭൂത്താങ്കട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. അവിടെ ഒരു മല കാണാം. എൻ്റെ ഒരു മല കാണാം. ഇത് മൊത്തം ഓഫ് റോഡാട്ടോ. റോഡൊക്കെ പട്ടശോകമാണ്. കനാലുണ്ട്. ഈ കനാല് വഴി കയറുമ്പോൾ ഞങ്ങൾ അശമന്നൂരിന്ന് നേരെ ഈ കനാല് പിടിച്ചതാണ്. ഇതുവരെ കനാല് തീർന്നിട്ടില്ല. ഈ കനാൽ ഏതാണെന്ന് വെച്ചാൽ ഭൂതത്താങ്കട്ടിന്ന് നേരെ അവർ വാട്ടർ ഫ്ലോ ഒഴുക്കണ കനാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കനാല് പിടിച്ചാണ് വന്നെ. ഇപ്പോൾ കോതമംഗലം വഴി വരാണെങ്കിലും ഈ കനാലിൻ്റെ റൂട്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കറക്റ്റ് അല്ലേ. അവൻ പറഞ്ഞ കോതമംഗലം മെയിൻ റോഡ് വരുമ്പോൾ ഇതല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും എളുപ്പം നോക്കി. പെരുമ്പാവൂരിന്ന് വരുമ്പോൾ എളുപ്പം അശമന്നൂരിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഈ വഴി തന്നെയാണ്. പിന്നെ ബൈക്കൊക്കെയാണ് കൂടുതലും ഈ ഒരു വഴിക്ക് വരാനായിട്ട് എളുപ്പം. കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയില്ല കറക്റ്റ്. കാരണം ഞങ്ങൾ വന്ന വഴിക്ക് വേറെ കാറുകളൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ കാറൊക്കെ പോകുന്നുണ്ട്. പക്ഷേ വന്ന വഴിക്ക് കുഞ്ഞു വഴികളൊക്കെ ഉണ്ട്. ആ വഴിയൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ സ്ഥലം എന്ത് കാണിച്ചു തരാം. കിഷോറിൻ്റെ ഒപ്പം പിടിച്ച് ഞങ്ങളുടെ ഒപ്പമുള്ള 2 പേരെ കൂടി പരിചയപ്പെടുത്താം കേട്ടോ. മൊത്തം ഞങ്ങൾ 4 പേരാണ് വന്നേക്കണേ ഇവിടെ ട്രിപ്പിനായിട്ട് വന്നേക്കണേ. അപ്പോൾ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 പേര് കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ദേവന്മാരെ പരിചയപ്പെടുന്നത്. അനിൽ, ഇത് കിഷോർ. അവരെ ആരാന്ന് കാണിച്ചു തരാം. അവിടെ സ്ഥലത്ത് കേട്ടെ മാസ്ക് കൂടി കാണിച്ചു തരാം. കിഷോറെ ഇനിയിപ്പോൾ എങ്ങനെ പോണേ? എത്തോടെ ഒരു ഏതൊക്കെയോ വഴി കൊണ്ടുകൊണ്ട് ഭൂതത്താങ്കട്ട് പറയും. ഇവനാണ് സത്യത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. ഭൂതത്താങ്കട്ട് പോകണമെന്നും പറഞ്ഞ് വിളിച്ച് റെഡിയാക്കിയത് കിഷോറാണ്, ഞങ്ങളുടെ ദാസപ്പൻ. അപ്പോൾ ദാസപ്പൻ വഴിയാണ് ഞങ്ങളിവിടെ പോകാനായിട്ട് ഈ വഴി വന്നത്. ഏതൊക്കെയോ വഴി കൂടെ കൊണ്ടുപോയി കിടക്കുന്നത്. തമ്പുരാനറിയാം. ഇവിടെ പോയോട്ടെ. ഇവിടുത്തെ സ്ഥലം ഒന്നും പറയാല്ല.
പക്ക എന്ന് പറഞ്ഞാൽ പക്ക. ഞങ്ങളിപ്പോൾ ഉച്ച സമയമാണ്. ഇപ്പം സമയത്തിലടാ 12:30 ആവാറായിട്ടുണ്ട് ഇപ്പോൾ. ഞങ്ങൾക്ക് സത്യത്തിൽ നല്ല വെയിലാണ്, നല്ല വെയിൽ കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല രസമാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. നല്ല രസമാണ്. നല്ല അങ്ങ് ദൂരം മലകളും പിന്നെ ഇവിടെ ആ കനാലും കാര്യങ്ങളൊക്കെയാണ്. ഒരു വലിയ കനാലാട്ടോ. ഇതിപ്പോൾ നമ്മൾ എത്തിയേക്കണ പുതിയ പാലാണ്. ഡാമിൻ്റെ ഇപ്പുറമുള്ള പുതിയ പാലാണ് ഈ കാണുന്നത്. ഇത് കാണാം, നല്ല അടിപൊളി പാലാട്ടോ. അങ്ങോട്ട് ഡാമാണ് ഈ കാണുന്നത്. പഴയ ഭൂതത്താങ്കെട്ട് പാലാണ്. പക്ഷെ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ വേറെ പുതിയ പാലം വന്നിട്ടുണ്ട്. അതിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ ആ വഴി വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വിട്ടു. അത് കയറാൻ പറ്റാന്ന് പറഞ്ഞു. അവർ അടച്ചിട്ടേക്കാണ്. ഡാമിൻ്റെ മേളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. പകരം പുതിയ പാലത്തിൽ കൂടെ അങ്ങനെ കണ്ട് നടക്കാം. പുതിയ പാലാണ് ഈ കാണാൻ. നൈസാണ് ഇത് ഇപ്പം കാണാം. ഞാൻ എന്തായാലും ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കട്ടെ. ഞങ്ങൾ വന്ന വണ്ടി ഇതേ നമ്മുടെ CD100 അതിൻ്റെ CD100 ദാസപ്പൻ. ഞങ്ങളപ്പോൾ ഇതേ വണ്ടി കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളവരെ പരിചയപ്പെടുത്തില്ല. ഇതിനെ പറയണ്ട അഖില് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ്. ഇത് അനിലെ മാസ്ക് ഒന്നും ഒരു കാണിച്ചടാ. ഇത് അനിൽ, ഇത് കിഷോർ, ദാസപ്പൻ. മാസ്ക് ഒരു കാണിക്കാം, ഒന്ന് കാണിക്കി. ഇതാണ് കിഷോർ. അപ്പോൾ കിഷോറാണ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടൊക്കെ ഉള്ളത്. അവൻ്റെ ഒപ്പമാണ് ഞങ്ങൾ വന്നേക്കണം. ഉള്ള കാട്ടിക്കൂടെയൊക്കെ കൊണ്ട്. എങ്ങനെയുണ്ട് കിഷോറിൻ്റെ ഒപ്പം ഉള്ള യാത്ര? വളരെ മനോഹരമായിരുന്നു. ഇതോട്ട വഴികൾ കണ്ടുപിടിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ള അതെ അതെ ഉള്ള ഊട് വഴികളൊക്കെ വിളിക്കറിയാന്ന്. ഏറ്റവും രസം റോഡിന്റെ വഴി ഉണ്ടായിരുന്നിട്ട് കിഷോർ ഒരു കാട്ടിക്കൂടെ കൊണ്ടുപോയി ഞങ്ങളെ. തൊട്ടപ്പുറം നല്ല റോഡുണ്ട്. അപ്പൊ പുള്ളിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഓഫ് റോഡ് വഴി കയറി ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂതത്താങ്കെട്ട് ഡാം കേട്ടോ. പഴയ ഡാമാണ് ഇത്. പുതിയ പാലമാണ് ഇതേക്കണേ. നീ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ ഈ പാലം ഉണ്ടായിരുന്നോ? പുതിയതല്ലേ? ഞങ്ങളിത് അവിടെ ആ അറ്റത്തുള്ള ഒരു വഴിക്ക് ചെന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ കിടക്കാൻ പറ്റില്ല, ഫുൾ അടച്ചു വെച്ചേക്കാം, പാലം മൊത്തം ആകെ സീനാണ്. ഇത് എന്തിനാണ് അടച്ചു വെച്ചേണേ? ഇത് കുറച്ച് തകർന്നിരിക്കുകയാണ്, ശോചനീയാവസ്ഥയിലിരിക്കുകയാണ് നമ്മുടെ പാലം. അപ്പോൾ അത് കാരണം പാലല്ല, ഡാമിൻ്റെ ആ ഒരു മുകളിലത്തെ സംഭവമൊക്കെ അത് കാരണമാണ് അവർ ഇങ്ങോട്ടേക്ക് ആക്കുന്നത്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ആ ഞങ്ങള് നട്ടപ്ര വെയിലത്തെ കൂടെയാണ് ഈ നടക്കണം. നല്ല പ്രാന്താണ് എൻ്റെ പോലെ. എല്ലാവർക്കും നല്ല ഉടുക്കത്തെ വെയിൽ നിന്നപ്പോൾ സമയം 12:40 ആയിട്ടുണ്ട്. 1 മണി ആവാറായി സമയം. അതായത് ഉടുക്കത്തെ ഇതും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇടാ പാലം. അവിടെ വെള്ളമൊക്കെ ദേ ഡാമിന് ഐസാണ്. അതിൻ്റെ അങ്ങോട്ടും കൂടി കടത്തി വിട്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് നമ്മൾ ആരെയും കടത്തി വിടണില്ല. താഴെ ഇപ്പം ചെളിവെള്ളം കാര്യങ്ങളൊക്കെയാണ്. അപ്പുറം മലയൊക്കെ കാണാൻ നല്ല സീനറി, പക്ക സീനറി സ്ഥലമാണ്. എന്തായാലും സംഭവം കൊള്ളാം. ഇപ്പം ഇനി ഭൂതത്താങ്കെട്ട് ആദ്യം നല്ല അടിപൊളി സ്പോട്ടൊക്കെ തന്നെയാണ്. ഇപ്പോഴും നല്ല സ്പോട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു പാലാർന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ലുക്കായാണ്. അതിൽ കൂടെ ഇപ്പോൾ ആരെയും കടത്തി വിടണില്ല. ഞങ്ങൾ ആ അപ്പുറം ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നു. അവിടുന്ന് പറഞ്ഞു മൊത്തം അടച്ചിട്ടേക്കാണ്, ഇങ്ങടേക്ക് പോകാൻ പറ്റില്ല, തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ നൈസാണ്, കുഴപ്പമില്ല. ഇനി ഇവിടെ അടുത്ത് വേറെ പോകാൻ പറ്റിയ സ്പോട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ ഒന്ന് നോക്കണം. ഞങ്ങളപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ട് ഏതാണെന്നറിയാം. ഇവിടെ ഏതൊരു കാടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാട്ടിലേക്ക് പോകാന്ന് വെച്ചിട്ടാണ്. അതിപ്പോൾ ഇവിടെ
ഞങ്ങളിപ്പോൾ പോകാൻ പോണത് ഇവിടെ അടുത്ത് തന്നെ ഏതൊരു ഫോറസ്റ്റ് റേഞ്ച് ഉണ്ട്, ഇടമലയാർ ഇവിടെ ഒന്നാണ്. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് അങ്ങോട്ട് അകത്തേക്ക് കടത്തി വിടുന്നില്ല, പക്ഷെ കുറച്ച് സ്ഥലം വരെ നമുക്ക് പോകാൻ പെർമിഷൻ ഉണ്ട്. അപ്പോൾ അവിടം വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. അവിടം വരെ ഇത് പോയിട്ട് എന്താണെന്ന് നോക്കട്ടെ. ഇടമലയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് KC. ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ. എടാ എന്തിനാ പോകുമ്പല്ലേ? വളത്തോളം പറയണോ എന്ത് അവിടെ ചെന്നിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയായി. അവിടെ നിന്ന് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു ഓഫീസറൊക്കെ ഉണ്ടായി, പുള്ളിക്കാരൻ പറഞ്ഞു കടത്തി വിടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചോദിച്ചു എന്തിനാ പോണേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടി പോകാനാന്ന് പറഞ്ഞു. പുള്ളി കടത്തി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ ഏരിയയിലേക്ക് അങ്ങനെ പോകാൻ പാടില്ലായിരിക്കും. എന്തായാലും അങ്ങോട്ട് പോക്ക് നടക്കില്ല. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ തിരിച്ചു പോരാണ്. അപ്പോൾ അതേ നേരത്തെ നമ്മൾ നേരത്തെ നിന്നില്ല ആ ഒരു ഡാമിൻ്റെ പാലത്തിൻ്റെ മേളിൽ നിന്നില്ല. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ അല്ലേ ഉള്ളൂ. 200 100-150 മീറ്റർ ജസ്റ്റ് ഉള്ളൂ. അവിടെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ട സ്ഥലം. ഇടമലയാർ എന്തോ KCB പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ ബോർഡ് വെച്ചാണ്. വന്യസങ്കേതമാണ് നോക്കി. അവിടെ പുലിയും സാധനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് മേളിലേക്ക് കയറി കാട്ടിലേക്കൊക്കെ പോയാലാണ്. അതല്ലാതെ തന്നെ ആദ്യമൊക്കെ ഇവിടെ കുറച്ചുകൂടി പോയി അകത്തേക്ക് കയറ്റി വിടുമായിരുന്നു കുറച്ചൊക്കെ. പക്ഷേ ഇതിപ്പോൾ കൊറോണയുടെ സീനൊക്കെ കാരണമായിരിക്കണം. എന്തായാലും പുറത്തുനിന്നുള്ളവരങ്ങനെ കയറ്റി വിടണില്ല അവർ. നമ്മുടെ പാലമല്ല ഡാം, ഇവിടെ ഭൂതത്താങ്കെട്ട് ഡാം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഇനി നിൽക്കണില്ല, ഇവിടുന്ന് തിരിച്ചു. കാരണം ഇവിടെ ഇനി നിന്നിട്ടൊരു കാര്യമില്ല. ഇവിടുന്ന് തിരിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇനി നേരെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫുഡ് അടിക്കാൻ കയറാൻ പറ്റണമെന്ന് നോക്കണം. അപ്പോൾ ഫുഡ് അടിക്കാനും കൂടി കയറിയിട്ട് എന്തായാലും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. എന്താ പറഞ്ഞേ പുള്ളിക്കാരൻ എന്താ പറഞ്ഞേ? അതെന്താ കയറ്റിടാൻ കാരണം എന്താ? കോവിഡ് ആയതാണോ? അപ്പോൾ പുള്ളിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാരാണ് ആദ്യം വച്ച് പിടിച്ചത്. അപ്പോൾ എന്നിട്ടാണ് അവിടുന്ന് തിരിച്ചു വിട്ടത് കാരണം ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം ഉണ്ടെന്നാണ് നമ്മുടെ കിഷോർ പറഞ്ഞത്. അവിടെ ടിക്കറ്റ് ഉണ്ടെന്നോ മഡ് റേസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വരെ ജസ്റ്റ് പോയിട്ട് വരാൻ ടിക്കറ്റ് ഉണ്ടോ? ഇങ്ങോട്ടോ ഇതോ പോണോ? തിരിച്ചാ വേണ്ടല്ലോ. ഒന്നുമില്ലാണ്ട് പിന്നെ നടക്കുന്നത് പാടില്ല. ഞങ്ങളപ്പോൾ തിരിച്ചു പോവാണ്. അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കാണാൻ. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളുള്ളൂ അവിടെ, പക്ഷെ പിള്ളേർക്ക് നോക്കണ്ട. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂതത്താങ്കെട്ട് ഡാമിന് തൊട്ട് മുമ്പ് ഒരു റൈറ്റ് എടുത്ത് തിരി അവിടെ നിന്നിട്ടാ പോണോ? എടാ വേറെ കാണാൻ സ്ഥലമുണ്ട് ഇവിടെ, വേറെ വഴി കെട്ടിയാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ അവിടെ ഏറ്റവും വലിയ രസമായുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് പോകണം. പിള്ളേരുടെ പാർക്കാണ് അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം. പിള്ളേരുടെ പാർക്ക് മാത്രമേ ഉള്ളൂ എന്നാ ചേട്ടൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ കാരണം പിള്ളേരുകളായിട്ട് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. കുഞ്ഞു കുട്ടികളെ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. എന്നാൽ പിന്നെ അവരെന്തിനാണ് ഈ ടിക്കറ്റ് എടുപ്പിക്കുന്നത് മനസ്സിലാവണില്ല. വേറെ ഒന്നും കാണാനില്ല. ബോട്ടിംഗ് ഒന്നുമില്ല. ബോട്ടിങ്ങൊക്കെ നിർത്തി വെച്ചേക്കാണ് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം.
പിന്നെ ചെറിയൊരു പാർക്കാണുള്ളത് കുട്ടികൾക്കുള്ള. ആ പുള്ളി ഇങ്ങോട്ട് പറയുക കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പോകാമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, വലിയ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബാക്കിൽ ഒരു ഇന്നോവയിൽ ഒരു ചേട്ടൻ കുഞ്ഞു പിള്ളേരെ കൊണ്ട് വന്നിട്ടുണ്ട്, ഒരു 2 പിള്ളേരെ കൊണ്ട് വന്നു. ആ ചേട്ടൻ്റെ അടുത്ത് ഈ പുള്ളിക്കാരൻ പറയാണ് കുട്ടികളൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന്. പിന്നെ എന്ത് പരിപാടി അത്? എന്തായാലും സംഭവം ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇനിയിപ്പോൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് എവിടെയെങ്കിലും കയറാനുള്ളതായിട്ടുള്ള പ്ലാനിങ്ങാണ്. പോയോട്ടെ എന്തായാലും. ഞങ്ങളിപ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാനായിട്ട് കയറിയപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ഇപ്പം കുറേ കാലമായിട്ടുള്ളൊരു തോന്നലാണ് സംഭവം. എന്താണെന്നറിയില്ല, നമ്മൾ പെട്രോൾ പമ്പുകളിലേക്ക് ഇപ്പോൾ കയറിയ പെട്രോൾ പമ്പിൽ കണ്ടിപ്പോഴാണ് ഓർത്തത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോണിന്. മിക്ക പമ്പുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് എഴുതി വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഓഫ് ചെയ്യാൻ എഴുതി വെക്കുന്നുണ്ട്, പിന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ മിക്ക പെട്രോൾ പമ്പുകളിലും ഓൺലൈൻ വഴിയാണ് പൈസ. ഈ കാർഡ് പോലെ തന്നെ ഇപ്പോൾ ഫോൺ പേ, PayTM ഒക്കെ വഴി നമുക്ക് പെട്രോൾ അടിച്ചപ്പോൾ പൈസ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് ഈ പെട്രോൾ പമ്പിലൊക്കെ കൊണ്ട് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോണിൽ എഴുതി വെക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കുറേ കാലമായിട്ടുള്ളൊരു എന്താണ് ഇതാട്ടോ, അറിയാൻ പാടാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാവുന്ന കൂട്ടേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ, എൻ്റെ പൊട്ടത്തരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ കണ്ടിപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. എടാ എന്തിനാണോ ശരിക്കും അങ്ങനെ എഴുതി വെക്കണേ? അല്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാന്ന് പറയണം, ഓക്കെ, പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയണത് എന്തിനാണ്? അതെ, തോക്ക് തരാം, പക്ഷെ വെടിവെക്കാൻ പാടില്ലാന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പം എല്ലായിടത്തും അതെ നമ്മുടെ ഫോൺ പേയും PayTM ഒക്കെ വഴി തന്നെയാണ് പൈസ കൊടുക്കണതൊക്കെ. അപ്പോൾ പിന്നെ അവർ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഈ പൈസ എങ്ങനെ കൊടുക്കും അവർ? എന്താ സെറ്റപ്പ് എന്ന് അതിൻ്റെ എനിക്ക് മനസ്സിലായില്ല എന്തായാലും.